ശമൂവേലിന്റെ 1-ാം പുസ്തകം 23-ാം അധ്യായം 11-ാം വാക്യം. കെയീല പൗരന്മാർ എന്നെ അവന്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കുമോ? അടിയൻ കേട്ടിരിക്കുന്നത് പോലെ ശൗൽ വരുമോ? ഇസ്രായേലിന്റെ ദൈവമായ യഹോവേ, അടിയനെ അറിയിക്കണമേ എന്ന് പറഞ്ഞു. എപ്പോഴെല്ലാം പ്രാർത്ഥിക്കണമെന്നാണ് നാം കരുതുന്നത്? എല്ലാം അനുകൂലമായിരിക്കുമ്പോൾ പ്രാർത്ഥിക്കേണ്ടതുണ്ടോ? ദാവീദിന്റെ ജീവിതത്തിൽ പ്രാർത്ഥിക്കേണ്ട ആവശ്യകത ഉണ്ടെന്ന് തോന്നാത്ത ഒരു സാഹചര്യത്തിൽ പ്രാർത്ഥിച്ചതിനാൽ ജീവൻ തന്നെ രക്ഷിക്കാൻ കാരണമായി തീർന്ന ഒരു സംഭവമാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ശൗലിന്റെ കയ്യിൽപ്പെടാതിരിക്കാൻ ദാവീദും കൂടെയുള്ളവരും കാടുകളിൽ കഴിയുന്ന കാലത്താണ് ഈ സംഭവം നടക്കുന്നത്. ഇസ്രായേലിലെ ഒരു ചെറു പട്ടണമായ കെയീല ലക്ഷ്യമിട്ട് ശത്രുക്കൾ ആക്രമണം നടത്തി. ദാവീദ് താമസിച്ചിരുന്നിടത്ത് നിന്ന് അധികം അകലെയല്ലാതിരുന്നതിനാലും തൻ്റെ ജനത്തിന് വന്ന കഷ്ടതയോട് സഹതാപമുണ്ടായിരുന്നതിനാലും കൂടെയുള്ളവരുടെ വിമർശനം വകവയ്ക്കാതെ ദൈവത്തോട് ആലോചന ചോദിച്ച് ആ പട്ടണത്തെ ശത്രുക്കളിൽ നിന്ന് രക്ഷിച്ചു. സ്വാഭാവികമായും ആ ദേശനിവാസികൾ ദാവീദിനോട് സ്നേഹവും നന്ദിയുള്ളവരുമായിരിക്കുമെന്ന് ചിന്തിച്ച് ദാവീദ് അവിടെ പാർക്കാൻ തുടങ്ങി. എന്നാൽ ദാവീദും കൂട്ടരും ആ പട്ടണത്തിലുണ്ടെന്നറിഞ്ഞ് ശൗൽ അവിടേക്ക് സൈന്യവുമായി പുറപ്പെട്ടു. കോട്ടയുള്ള പട്ടണമാകിയാൽ അവരുടെ സഹായമില്ലാതെ ശൗലിന് ദാവീദിനെ പിടിക്കാൻ കഴിയുമായിരുന്നില്ല. ഇവിടെ സ്വാഭാവികമായും ആ പട്ടണക്കാർ തങ്ങളെ സംരക്ഷിക്കുമെന്നാണ് ദാവീദ് ചിന്തിക്കേണ്ടത്. പക്ഷേ എല്ലാ ഹൃദയങ്ങളെയും അറിയുന്ന ദൈവത്തോട് ദാവീദ് പ്രാർത്ഥിച്ച് ആ പട്ടണക്കാർ തങ്ങളെ ഒറ്റുമോ എന്ന് ആരാഞ്ഞു. തൻ്റെ പ്രാർത്ഥന ജീവനോളം പ്രാധാന്യമുള്ളതാണെന്ന് ദാവീദിന് മനസ്സിലായത് അതിൻ്റെ ഉത്തരം ലഭിച്ചപ്പോഴാണ്. തങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടി ആ പട്ടണക്കാർ ദാവീദിനെ ശൗലിൻ്റെ കയ്യിൽ ഏൽപ്പിക്കും എന്നതായിരുന്നു ഉത്തരം. ചുറ്റുമുള്ള ലോകം എങ്ങനെ ചിന്തിക്കുമെന്ന് മനസ്സിലാക്കാൻ പ്രയാസമാണ്. എന്നാൽ എല്ലാ മനുഷ്യൻ്റെയും ചിന്തകൾ പോലും അറിയുന്ന ദൈവത്തിൻ്റെ ആലോചന ചോദിച്ചാൽ ലജ്ജിക്കേണ്ടി വരില്ല. ഒരു മനുഷ്യനിലും അന്ധമായ വിശ്വാസം വയ്ക്കരുത്. എപ്പോഴും ആശ്രയിക്കാൻ കൊള്ളാവുന്ന ദൈവത്തോട് പ്രാർത്ഥിച്ചു മാത്രം തീരുമാനം കൈക്കൊള്ളുക. ഗോഡ് ബ്ലെസ്.